അതെ പ്രവിത, അതായത് ഈ പോലീസിന്റെ എല്ലാവിധ ക്രമീകരണങ്ങളെയും വെട്ടിച്ചുകൊണ്ട് ചില പ്രവർത്തകർ, അതിൽ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് ഉൾപ്പെടെയുള്ളവരുണ്ട്. അവർ ഈ വി സിയുടെ ചേംബറിന് തൊട്ടടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അവർ മറ്റുള്ള പ്രവർത്തകർ കൂടി ഇവിടേക്ക് എത്തിയാൽ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുകയും ചെയ്യും. വലിയ പ്രതിഷേധം നിങ്ങൾ സംഘടിപ്പിക്കുകയാണ്. എന്താണ് ഈ വി സിക്കെതിരെ ഇത്രയധികം വലിയ പ്രക്ഷോഭത്തിലേക്ക് നിങ്ങൾ കടക്കാനുള്ള കാരണം സഞ്ജീവ്? ഈ വി സി എന്ന് മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തെ സംഘപരിവാർ നിയമിച്ചിട്ടുള്ള, അവരുടെ ഗവർണർ നിയമിച്ചിട്ടുള്ള വി സിമാർക്കെതിരെയെല്ലാം ഞങ്ങൾ ഇപ്പോഴും സമരത്തിൽ തന്നെയാണ്. ഒരു മാറ്റവുമില്ല. ഇവിടുത്തെ പ്രത്യേക പ്രശ്നം ഇയർ ഔട്ട് സിസ്റ്റം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഞങ്ങൾ കഴിഞ്ഞ 1.5 വർഷത്തിന് മുകളിലായി ഇവിടെ സമരം ചെയ്യുന്നു. അപ്പോഴൊക്കെ ഞങ്ങളുടെ ഒരു ഘട്ടത്തിലും പരിഗണിക്കാത്ത വി സി വീണ്ടും ഇവിടെ പുനർനിയമനത്തിനായപ്പോൾ കണ്ണിൽ പൊടിയിടുന്നത് പോലെ ചില തീരുമാനങ്ങൾ എടുത്തു. ഞങ്ങളുടെ ആവശ്യം ജെന്യൂനാണ്. ഇയർ ഔട്ട് സിസ്റ്റം പൂർണ്ണമായും ഒഴിവാക്കണം. താൽക്കാലിക വി സി ആയിട്ടുള്ള ഇയാൾ പോയി പുതിയ പെർമനന്റ് വി സി ഇവിടെ ഉൾപ്പെടെ സംസ്ഥാനത്തെമ്പാടും വരണം. ഈ താൽക്കാലിക വി സിമാർക്ക് ഇവിടെ എന്തധികാരം? ഇദ്ദേഹത്തിന് എന്ത് യോഗ്യത? എന്താണ് ഈ പറഞ്ഞ ശിവപ്രസാദുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഈ റിസർച്ചുമായി ബന്ധപ്പെട്ട് ഈ സാങ്കേതിക സർവകലാശാലയുടെ ചാൻസലർ, വൈസ് ചാൻസലർ ഇരിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? ഹൈക്കോടതിയും സുപ്രീം കോടതിയും എടുത്തു കളഞ്ഞല്ലോ. കളയുമ്പോൾ എന്ന് മാത്രമല്ല, സുപ്രീം കോടതി താൽക്കാലികമായി തുടരാം എങ്ങനെയാ പറഞ്ഞത്? പുതിയ വി സിയെ ഉടനെ നൽകണം. അതെവിടെ? ആ നിയമ നടപടികൾ എവിടെ? അതിന് തയ്യാറാവാത്തത് എന്താണ്? ഇദ്ദേഹം എന്ത് നിലപാടാണ് എടുക്കുന്നത്? ഇവിടെ വിദ്യാർത്ഥികൾക്ക് അടുത്ത ഘട്ടത്തിലെ റിസൾട്ട് വരാനുള്ള സേവന നേതാക്കളായിട്ടുള്ള അവർക്ക് പണം പോലും നൽകാൻ കഴിയുന്നില്ല. ആ പണം നൽകാൻ കഴിയാത്തതിന്റെ ഇപ്പോൾ ഇടത് സിൻഡിക്കേറ്റിന്റെ തലയിൽ വെക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇടത് സിൻഡിക്കേറ്റ് ഉൾപ്പെടെ ഇദ്ദേഹവുമായി പ്രശ്നത്തിലേക്ക് മാറിയത്? ഇവിടെ പെട്രോൾ അടിക്കാനുള്ള പൈസ പോലും ഇല്ല എന്നുള്ളതാണ് ഇത്തരത്തിലൊരു വി സിക്ക് പറയാൻ വേണ്ടി വന്ന കാരണം എന്താ? സ്വന്തം നിലയ്ക്ക് തീരുമാനം എടുത്തതിന്റെ ഭാഗമായല്ലേ എല്ലാത്തിനും കാറ്റിപ്പറത്തി RSSന്റെ തീരുമാനം നടപ്പിലാക്കാൻ ശ്രമിച്ചു. RSSന്റെ ഏതെങ്കിലും തൊഴുത്തിൽ കെട്ടേണ്ട സർവകലാശാലയല്ല KTU സർവകലാശാല. അംഗീകരിക്കാൻ കഴിയാത്ത നിലപാടാണ്. എന്തായാലും വലിയ പ്രതിഷേധം തുടരും. അതെ പ്രവിധ, അത് തന്നെയാണ്. അതായത് ഈ ഇപ്പോൾ കൂടുതൽ പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ വി സിയുടെ ചേംബറിന് തൊട്ടടുത്തേക്ക് ആ പ്രതിഷേധം അവർ എത്തിയിട്ടുണ്ട്. അവർ എവിടെയൊക്കെ പ്രതിഷേധവുമായി എത്തണം എന്ന് പറഞ്ഞു, അവിടെയൊക്കെ തന്നെ പ്രതിഷേധം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പോലീസ് 2 പടിക്കെട്ടുകളിലും വലിയ കാവൽ ഇതിനകത്തേക്ക് പ്രവർത്തകർ കടക്കാതിരിക്കാനായി ഒരുക്കിയതാണ്. പക്ഷേ അത് മറികടന്നുകൊണ്ട് പ്രവർത്തകർ ഇതിനുള്ളിലേക്ക്, അതും സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് അടക്കമുള്ളവർ ഉൾപ്പെടെയുള്ളവരും നേതാക്കന്മാരും പ്രവർത്തകരും ഈ വി സിയുടെ ചേംബറിന് നൽകിയത്. വലിയ പ്രതിഷേധമുണ്ടാവുക കേരള സാങ്കേതിക സർവകലാശാലയിൽ വി സിക്കെതിരെയാണ് പ്രതിഷേധം. SFI പ്രവർത്തകർ ഇപ്പോൾ പോലീസിനെ വെട്ടിച്ചുകൊണ്ട് മുകളിലേക്ക് കയറിയിരിക്കുകയാണ്. വി സിയുടെ ചേംബറിന് സമീപം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്.